അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ പറയാലോ. ഇന്ന് ഓണമാണ്. അപ്പൊ ഓണത്തിന്റെ വ്ളോഗ് കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നേക്കണം. ഇപ്പൊ ഞങ്ങള് വീട്ടിലാണ്. അമ്മച്ചി ചോദിക്കും മറ്റേ ഷെഫിന്റെ പോലെ തലയിൽ തുണിയൊക്കെ ഇട്ടിട്ടാണ് പരിപാടി. അമ്മച്ചിയുടെ വർഷങ്ങളായിട്ട് വല്ല വീണാലേ അതെ അമ്മച്ചി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയാനായിട്ട് ഇവിടെ നിന്നിട്ട് പിന്നെ അതുപോലെ പപ്പക്ക് നല്ല പനി പിടിച്ചിട്ടുണ്ട്. പനി പിടിച്ചു ഗൈസ്. പപ്പൊക്കെ അമ്മച്ചിനെയും പപ്പടയും വെഡിങ് ആയിട്ട് പപ്പ അതെ അതെ ഇന്ന് പപ്പയുടെ അമ്മച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. പക്ഷെ അത് എന്ത് ചെയ്യണമെന്ന് ഇതുവരെ ഞങ്ങൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ആഘോഷമൊന്നുമില്ലല്ലേ? ഓണം ആഘോഷിച്ച് ഞങ്ങള് ഓണത്തിന്റെ ഒപ്പം തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ചിലപ്പോ ഞങ്ങൾ ഇന്ന് ആഘോഷിക്കും, ചിലപ്പോ ആഘോഷിക്കൂല. അപ്പന്റെ അവസ്ഥ പോലെ ഇവിടെ ബീട്രൂട്ടൊക്കെ അതിനിവിടെ കൊറേ കറിയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ തന്നെ അവിയലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഉള്ളിക്കറി, ഉള്ളിക്കറി, ഇഞ്ചിക്കറി, പാവയ്ക്കറി, പൈനാപ്പിൾ പച്ചടി, കിച്ചടി അല്ല പൈനാപ്പിൾ പച്ചടി, ഇനി ബീട്രൂട്ട് കിച്ചടി റെഡി ആകുന്നുണ്ട്. സാമ്പാറിന് പരിപ്പ് വെന്തിട്ടുണ്ട്. എനിക്ക് വലിയ വേറെ അടപ്പത്തിരിപ്പുണ്ട്. പിന്നെ പായസത്തിന് തേങ്ങ ഒതിച്ച് പായസം കൂടി വെച്ച സംഗതി റെഡിയായി. പക്ഷെ ഇതിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് 4 പേര് കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അതായത് ചിലപ്പോ പെട്ടെന്ന് ഒരാൾ കയറി വന്നാലും നമ്മൾ കൊടുക്കാനുണ്ടാകണം ഭക്ഷണം. അതങ്ങനെയാണ് ഉണ്ടാക്കുള്ളൂ. ഇപ്പത്തെ തലമുറ എന്ന് പറയുന്നത് കുറെ പേര് ഇപ്പൊ പഴയ ആൾക്കാരായാലും പുതിയ ആൾക്കാരും ഇപ്പൊ എല്ലാരും ഓർഡർ ചെയ്യലാണ് പണി. ഓർഡർ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവരും, വിളമ്പും, തിന്നും, അതേപറ്റി സാധനം തീർന്നു. പിന്നെ രാത്രിയാകുമ്പോ ജീവിതത്തില് ഞാൻ ഇന്ന് വരെ 42 കൊല്ലം കഴിഞ്ഞ് അതിന് മുമ്പും കല്യാണത്തിന് മുമ്പും ഓർഡർ ചെയ്ത് ഫുഡ് തിന്നിട്ടില്ല. എന്ത് ആവശ്യം വന്നാലും എല്ലാ കറികളും സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. പിന്നെ പിള്ളേർ എന്തെങ്കിലും ഓർഡർ ചെയ്ത് എനിക്ക് എന്തെങ്കിലും മേടിച്ചെന്നാ ഞാനത് തിന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ. അല്ലാതെ ഓർഡർ ചെയ്ത് വീട്ടിൽ ഫുഡ് വരുത്തുന്ന പരിപാടിയില്ല. ഒരാവശ്യം ഞാൻ അറിയണ എന്റെ കൂട്ടുകാർക്ക് പറഞ്ഞ് ഓർഡർ ചെയ്തെന്ന്. ഉച്ചക്ക് വന്നാ ഒരു വിളമ്പിയൊക്കെ തന്നിട്ട് അവര് അതൊക്കെ എടുത്തിട്ട് അവരവരുടെ പാട്ടിന് പോയി. വൈകുന്നേരം ആയപ്പോ എന്നെ വിളിച്ചേക്കണം, എടോ രാത്രിക്ക് എന്ത് ചെയ്യും, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വീട്ടിൽ കുറച്ചുണ്ടാക്കുന്നു. അല്ല, ഓർഡർ ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് അത് അങ്ങനെയല്ല. അവര് വന്ന് ഫുഡ് വിളമ്പി ഇങ്ങനെ തരും. അവര് കഴിച്ച ആവശ്യത്തിന് അൺലിമിറ്റഡ് ആയിരിക്കും. തിന്നിട്ട് പോയിട്ട് ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നു. ഒരു തിരുവോണമാണ്, ഒരു പരിപാടി നടക്കുന്ന ദിവസമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല ദിവസം ഇവരെന്താണ് ഒരു ഗ്ലാസ് വെള്ളം തരാത്തെന്ന് ചോദിക്കൂലേ? അത് പാടില്ല. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക. കുറച്ച് ബുദ്ധിമുട്ടുക. പണിയെടുക്കാതെ തിന്നാന്ന് വെച്ചാൽ അത് നടക്കണ കാര്യമില്ല. പണിയെടുത്താൽ ഇഷ്ടം പോലെ തിന്നാം. കാരണവന്മാര് പറഞ്ഞത് പോലെ കണ്ട ലോകര് പണിയെടുത്ത ബന്ധു ലോകര് തിന്നാം. അമ്മച്ചിയുടെ ശീലങ്ങളാണ് ഇപ്പൊ ഞാനും കുറെ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം. ഇപ്പൊ ഞാൻ ആ കഴിഞ്ഞ ദിവസം പൊതിച്ചോറുണ്ടാക്കിയപ്പോ അത് അമ്മച്ചി എന്നെ കുറെ അപ്രീഷിയേറ്റ് ചെയ്തു. നല്ല കാര്യമാണ് ചെയ്തതാണ്. അതെ, അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. നല്ലതാണെന്ന് അർഹത ഉള്ളവർക്ക് നമുക്ക് കൊടുക്കണം. അപ്പൊ അമ്മച്ചിക്ക് ഇപ്പൊ അത് കണ്ടപ്പോ ഒരു ആഗ്രഹം. എങ്ങനെ കൊടുക്കുന്നുവോ അതുപോലെ നമുക്ക് ദൈവം തരുവുള്ളൂ. നീ എങ്ങനെ കൊടുക്കും? നീ നിറച്ചളന്നാ ഞാൻ നിനക്ക് അതിന്റെ അപ്പുറം തരും. നീ വടിച്ചളന്നാല ഞാൻ അതിന്റെ മൂട്ടിലേ തരുവുള്ളെന്നാ പറഞ്ഞേക്കണേ. അതൊക്കെ സത്യമുള്ള കാര്യങ്ങളാണ്, ഒന്നും നുണയല്ല. കാരണവന്മാര് പറഞ്ഞതും വചനങ്ങളും ഒക്കെ സത്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഓണാവകാശത്തിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അമ്മച്ചിയുടെ ചെറിയൊരു പ്രസംഗം ഇപ്പൊ ഇവിടെ കഴിഞ്ഞു. അടുത്ത പ്രസംഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അല്ല, അമ്മച്ചിക്ക് പൊതിച്ചോ കാര്യമുണ്ടാ പറഞ്ഞു. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു, എല്ലാവർക്കും ഇനിയുള്ള തലമുറകൾ പഠിക്കാനാണ്. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു മേടിച്ച് ഇവര് ഫുഡ് മേടിച്ച് തിന്ന്. ചിലർക്കൊക്കെ വിശപ്പുള്ള ആൾക്കാരുണ്ടാവും. പെട്ടെന്നൊന്ന് വിശന്ന് എന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഓർഡർ ചെയ്യുമോ? ഇപ്പൊ അങ്ങനെയാണ്. ആൾക്കാര് വിശന്ന് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അടുത്ത ഓർഡർ ചെയ്യും. ഇപ്പൊ അല്ല, നമ്മളിപ്പോ മിക്കടത്ത് കണ്ടില്ല 299 രൂപ. മറ്റേ ഓണസദ്യ വീട്ടിൽ കൊണ്ടുവന്ന കഴിഞ്ഞ തലമുറകളൊക്കെ വലിയ ജോലിയും കൂലിയും ഇല്ലെങ്കിലും അവർക്ക് കയറി കിടക്കാനും സ്ഥലവും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. ആ കാരണന്മാരെ ഉണ്ടാക്കി വെച്ച തലമുറയിലാണ് കിടക്കാൻ നോക്കിയിരിക്കുന്നത്. ചെലവാക്കണോണ്ടാണ് അവർക്കത് പിടിച്ച് ചെലവാക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. പണ്ടത്തെ കാലമല്ല ഇപ്പൊ. പണ്ടത്തെ കാലമല്ല. എന്നാലും നമ്മൾ കുറച്ച് വന്ന വഴി മറക്കും. അമ്മച്ചിര സ്വർണത്തിന് എത്ര രൂപ? അമ്മച്ചിര കല്യാണത്തിന്, എന്റെ കല്യാണത്തിന് ഏതൊക്കെ 1000 ഇപ്പൊ സ്വർണത്തിന് എന്താ വില? അങ്ങനെ കാര്യം. അന്ന് 1000 രൂപ കാണണമെങ്കിലുണ്ടല്ലേ, ഇന്നത്തെ ലക്ഷങ്ങളുടെ മുകളിലാണ്. എന്തൊക്കെ ഇതായാലും കൂലിപ്പണിക്കാർക്ക് കാശ് കൂട്ടുള്ള, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ? സർക്കാർ ജോലി ഇല്ലെങ്കിലും
സാധാരണക്കാരായിരുന്നെങ്കിലും നമ്മൾ ഇവിടത്തോളം എത്തിയത് നമ്മൾ പുറത്തുനിന്നും ആഡംബര ജീവിതം നയിക്കാതെയും ഹോട്ടൽ ഫുഡ് തിന്നാതെയും ഇങ്ങനെ മോടാകൂടിയായിട്ട് നടക്കാതെയും ഉള്ളത് ചുരുക്കി പിടിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ ഒരു കൂറേ ഉണ്ടാകൂല. ഇല്ലെങ്കിൽ ഇപ്പൊ ഉള്ള തലമുറക്ക് അങ്ങനെയല്ല, കൊറേ മേക്കപ്പ് അങ്ങോട്ട് ചെയ്ത് ചുണ്ടും വെളുപ്പിച്ച് ചൊമ്പിച്ച് അവൾ തന്നെ ഉദ്ദേശമാണ്. ഉദ്ദേശം അവളെ തന്നെ. എനിക്ക് എന്റെ മക്കളോടല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് വേണ്ട, നമുക്ക് ദൈവം ജന്മനാണെ ഒരു സൗന്ദര്യം തന്നിട്ടുണ്ട്, അത് മതി. ആരും കാണാനില്ല. നമ്മളാരും കാണാനില്ലെന്ന് ഡ്രസ് കൊടുത്ത് നമ്മ ഒരുങ്ങിക്കുമ്പോ ഞാൻ പുറത്തിറങ്ങിയാൽ തന്നെ പെൺപിള്ളേരെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായി? ചായ പറഞ്ഞ ഓടിയോ വന്നിപ്പോ. അപ്പൊ അതേ മണി 10 ഏകദേശം എല്ലാ വർക്കും പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് പായസം അടപ്പത്ത് തേക്കാറുണ്ട്. പിന്നെ പപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശേഷിച്ചായി പറയട്ടെ. കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആള് കുറച്ചേരം കൂടി ഒന്ന് കിടന്നിട്ട് എഴുന്നേക്കണം, എന്നാലാണ് റെഡി ആവുള്ളൂ. അതിന്റെ എഫക്ട്, മരുന്നിന്റെ എഫക്ട് ഉണ്ട്. അപ്പൊ ഇത് ഇവിടെ പായസം ഇവിടെ റെഡിയായി കഴിയാറായിട്ടുണ്ട്. നോക്കിയേ, ശർക്കര ഒരുക്കട്ടെ. ശർക്കര ഒരുക്കണേന് പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്. വറുത്ത് വെച്ചിട്ടുണ്ട്. പാല് കുക്കറിലാക്കിയിട്ടുണ്ട്. പരിപ്പ് പിന്നെ പായസം പിന്നെ തേങ്ങാപ്പാലല്ലേ വെക്കണം. എനിക്കറിയില്ല. അതെ, ഞാൻ ഡയറ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എന്റെ ഡയറ്റ് ഇന്നത്തെ ദിവസം ഞാൻ വിടും. അമ്മച്ചിക്ക് വേണ്ടിയാണ് ഞാൻ ഡയറ്റ് ഒക്കെ വിടുന്നത്. കാര്യം ഒരു വെഡിങ് ആനിവേഴ്സറിയാണ്. പപ്പയൊന്ന് കുപ്പി മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിക്കണോ വേണ്ട തീരുമാനിച്ചിട്ടുള്ള 4-5 മാസം വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇന്ന് ചിലപ്പോ ഞാൻ ട്രൈ ചെയ്യും. ഞാൻ അപ്പനോട് അപ്പന് മാറിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ തുടങ്ങാൻ പോണേന് അവര്. പിന്നെ അപ്പന് മാറിക്കഴിഞ്ഞാൽ അപ്പടിയാണ്. ചെറിയൊരു കുരുമുളക് പൊടി ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കണം. പിന്നല്ലാണ്ട് അപ്പനാന്നിട്ട് വേണം ഇവിടെ അത് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാനും വരാം. എന്താണ് ചെയ്യാന്ന് പറയുന്നറിയാവോ? കുരുമുളക് ഇട്ടിട്ട് അമ്മച്ചൊന്നും ചെയ്യണ്ട. പപ്പ ഇപ്പൊ മരുന്ന് കഴിച്ചോടെ കിടപ്പട്ടെ, അവിടെ കിടക്കട്ടെ. പിന്നെന്താണ് പിന്നെ അതല്ലേ അമ്മച്ചിയുടെ ഈ പരിപ്പ് പായസമില്ലേ, ഭയങ്കര നല്ല സ്പെഷ്യൽ നല്ല പായസവുമാണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പൊ ചിലവരിപ്പൊ കുക്കറിലൊക്കെ കാണുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ വെക്കണത്, ഇത് അങ്ങനെ ഇട്ടിട്ടു എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങള് കുക്കറിലൊക്കെ ഇട്ട് അല്ല അമ്മച്ചി അത് സെറ്റാക്കി എടുക്കും. ഞാനിപ്പോ അമ്മച്ചിയോട് പറയുന്നത്, അയ്യോ അമ്മച്ചിയുടെ ഈ റെസിപ്പി നമുക്കൊരു വീഡിയോ ഇട്ടാൽ മതിയായിരുന്നു. ഇങ്ങനെ അല്ല, പരിപ്പ് നമ്മൾ വറുത്ത് വെക്കണം. പരിപ്പ് നെയ്യിൽ വറുത്ത് വെച്ചേക്കണം. തേങ്ങാപ്പാല് പിഴിഞ്ഞ് തലപ്പാട് മാറ്റിയിട്ട് ബാക്കി പാൽ അടപ്പത്ത് വെക്കണം. തിലക്കാറാവുമ്പോ ഈ പരിപ്പ് അതിലോട്ട് ഇട്ട് നല്ലോണം വേവിക്കും. നല്ല 2-3 വിസിലടിക്കുമ്പോ പഴം പോലെ ആവും. ഞാൻ ശർക്കരയും ഒഴിച്ച് ബാക്കി കശുവണ്ടി നെയ്യിൽ വറുത്തിട്ട് ഏലക്കയും ജീരവും ചുക്കും ഒക്കെ പൊടിച്ചിട്ടാ സാമ്പാർ സൂപ്പർ പായസം. അപ്പൊ ഞാൻ വീഡിയോയിൽ നോക്കിയപ്പോഴത്തേക്കും 1-ാം 2-ാം 3-ാം പോലൊഴിക്കും, ഇളക്കൂ, കുറുകി വരുമ്പോഴത്തേക്കും പിന്നെ അടുത്തത് ഒഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വെറുതെ അതിനാവശ്യമില്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ല, പെട്ടെന്ന് സിമ്പിൾ ആണ്. ഞാൻ എന്റെ അമ്മച്ചിയോട് പറഞ്ഞത് അയ്യോ ഉണ്ടാവൂല. അങ്ങനെ നമ്മുടെ പായസവും പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ തരം കറിയൊക്കെ ഉണ്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടാ. കുറച്ചായിട്ട് നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വന്തമായി കഴിച്ചിട്ട് പറയണേ, എനിക്ക് സഹിക്കാൻ പറ്റണില്ലത്. എനിക്ക് കുറച്ച് കശുവണ്ടി അതുപോലെ പായസമൊക്കെ ഇവിടെ കുറച്ചെടുത്ത് തന്നിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് തന്നേക്കണത്. ഞാനാണ് ഇവിടുത്തെ ഗണപതി. ഇവിടുത്തെ ഗണപതി ഞാനല്ലേ അമ്മച്ചി? അമ്മച്ചിക്ക് അത് പറയാനൊരു മടിയട്ടാ. രണ്ടുപേരെ എന്റെ മക്കളല്ലേ. ഗണപതി പറഞ്ഞു അമ്മച്ചിയുടെ കറി വെച്ചിട്ട് നോക്കൂ, ടേസ്റ്റ് ചെയ്താൽ നോക്കൂ, എന്താ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് എനിക്കതാണ്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യും. ഇപ്പോഴത്തേക്ക് ഉപ്പ് വേണം അങ്ങനെയൊക്കെ പറയും. ഈ പായസത്തിൽ എന്തോരം കശുവണ്ടി ഇട്ടുണ്ടെന്ന് അറിയാവുന്നത്. ഒന്നും കശുവണ്ടി അമ്മച്ചി അങ്ങനെ കശുവണ്ടി മുദ്രയൊക്കെ കിട്ടും. അപ്പൊ ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന്റെ ഫുഡ് കഴിക്കാനുള്ള സമയമായി ഞങ്ങക്ക്. പപ്പ ഇപ്പൊ പനി കുറഞ്ഞിട്ടില്ല, പപ്പ കിടക്കണം. അപ്പൊ സമയമാകുമ്പോഴേ പപ്പനെ വിളിക്കണം. അപ്പൊ അമ്മച്ചി ഇവിടെ പപ്പടമൊക്കെ വറക്കണുണ്ട്. അമ്മച്ചി ഇതേ മിനീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഞാൻ എടുത്തോണ്ടിരിക്കുന്നതാണ്. പപ്പടം വറുത്ത് ഞങ്ങളെ എല്ലാം ഒരുക്കി വെച്ച് ടേബിളെല്ലാം സെറ്റാ. അയ്യോ പപ്പടം പുറത്തിട്ട് ഞങ്ങൾ വന്നതാ. പപ്പ പറഞ്ഞില്ലേ പനിയായിട്ട് കിടക്കണോണ്ട് വിളമ്പേക്ക് വെച്ച് കഴിഞ്ഞിട്ട് പപ്പനെ വിളിക്കാന്ന് വെച്ചാൽ തീരെ വയ്യ. ഇവിടെ അമ്മച്ചി ഇതേ പപ്പടമൊക്കെ വറക്കണുണ്ട്. എന്റെ മാറ്റി സ്പീഡിൽ വറക്കാൻ തോന്നുന്നുണ്ട്. അമ്മച്ചിക്ക് പിടിച്ച് സ്പീഡ് കൂടുതലായതുകൊണ്ട്
എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കറികളൊക്കെ കാണിച്ചു തരട്ടെ അമ്മച്ചി ഉണ്ടാക്കിയേക്കണം. എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോരം കറിയാന്ന് നോക്കിയാ. പായസം, കാബേജ്, അവിയല്, ഇഞ്ചിക്കറി, ഇത് ഉള്ളിക്കറിയാ? ഉള്ളിക്കറിയല്ല, പാവക്കത്തീയല്, പാവക്കത്തീയല്, സാമ്പാറ്, മത്തങ്ങശ്ശേരി, പൈനാപ്പിൾ കറി, പൈനാപ്പിൾ മുന്തിരിയൊക്കെ ഇട്ടത്, മുന്തിരിയൊക്കെ ഇട്ടത്, പിന്നെ ഇത് ഉള്ളിക്കറി, ഇത് ബീറ്റ്റൂട്ട് പച്ചടി, നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. പപ്പതി അവിടെ കിടക്കണുണ്ട്. പപ്പടം അപ്പുറത്തുണ്ട്. അല്ല പപ്പ ഇപ്പൊ അവിടെ കിടക്കണുണ്ട് വയ്യ. ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണേണ്ടത് അമ്മച്ചിക്ക് ബിനീഷിന്റെ വെള്ളം കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. കാര്യം ഇത്രയും കറികളുള്ള ഞങ്ങൾക്ക് കുറച്ച് വെച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതോടെ എല്ലാം ശരിയാവും. എന്നാലാണ് ഞങ്ങൾക്ക് ഇനി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റും. വയ്യ, തീരെ വയ്യാണ്ടിരിക്കുന്ന ആള്. സദ്യ കഴിയാറായിട്ട പപ്പടവും പഴവും പായസവും എല്ലാം കൂടി കൂട്ടി കുഴപ്പമില്ല. ഇത് നോക്കി അവിടെ കയ്യൊക്കെ അമ്മച്ചിയുടെ ഇല നോക്കൂ. ഇനി എന്തോ എന്താണ് ബാക്കിയുണ്ടെന്നോ ഏതൊരു കറി മൂലക്ക് വേസ്റ്റ് ആണ്. സദ്യ അമ്മച്ചി സദ്യ പറയാത്ത ടേസ്റ്റ് ആണ്. ആള് പൊളിയായിട്ട് കുഴച്ച് നൈസായിട്ട് അടിക്കണം. ബിനീഷ് ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഞാനിവിടെ മകലത്തൊക്കെ ക്യാമറ പിടിച്ചിടും സ്പേസ് ഇല്ലാത്തോണ്ട് ഞാനിവിടെ കുഴച്ച് വെച്ചാൽ വേണ്ട. ഞാൻ പഴം ഇട്ടിട്ടില്ല. അതിനൊരു കാര്യം രാത്രി എല്ലാം കൂടി കഴിക്കാൻ പറ്റില്ല. ഇനി ഞങ്ങക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ക്ഷണമുണ്ട് അല്ലെ? ക്ഷണമെന്നല്ല പറയണം, ക്ഷണനല്ലല്ല ക്ഷണം. ഒരു ക്ഷണമുണ്ട്. അപ്പൊ അവിടെ പോണം. അവിടെ ചെന്നിട്ട് പറ്റി കേട്ടുള്ളൂ. അവിടെ പോയി തട്ടണം. പിന്നെ അതേ പപ്പ കഴിച്ചു കഴിഞ്ഞ് പോയട്ടോ പാവം. വയ്യ പപ്പക്കുള്ള വെള്ളം പറ്റില്ല. പപ്പക്ക് ഞങ്ങളുടെ അർമാദിക്കാൻ പറ്റില്ല. പക്ഷെ വൈകിട്ട് ഞങ്ങൾ ഒരു അർമാദിക്കുമല്ലേ അവര് ചിരിയൊക്കെ കാണും. അതെ, ഞങ്ങൾ കിച്ചുച്ചാറിന്റെ വീട്ടിലെത്തിയിട്ടത് ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. അടുത്ത ഓണസദ്യ തിന്നാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങള്. നമ്മുടെ റോണോന്റെ അപ്പനും അമ്മയും ഇരിക്കണത് നോക്കി രണ്ടുപേര്. ഹലോ, അതെ പൂക്കളം കാണിച്ചു തരട്ടെ. കിച്ചുച്ചാറിന്റെ വീട്ടിലെ പൂക്കളം സൂപ്പർ പൂക്കളം കിച്ചുച്ചാറിനെന്താ ബിനീഷിയുടെ പുതിയ ഡ്രസ്, ബിനീഷിയുടെ സ്വന്തം ഓണക്കൂടിയാണ്. തന്റെ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. സ്വന്തം ഡിസൈൻ ആയിട്ട് നേരെ ഇറക്കും. ചേർന്ന് നോക്കിയേ, മൂട്ടക്കാട്ടറായിട്ടുണ്ട് ഇപ്പൊ. ഇത് ഓക്കെ രണ്ടെണ്ണം. മേക്കപ്പ് ആയി കിടക്കണോ? അച്ഛമ്മത് റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടാ സാരി ഉടുത്ത് ഇത്രയും ടൈം എടുത്തെന്ന് പറയാം. അടിപൊളിയായിട്ട് നല്ല രസമായിട്ടിട്ട് അവിടെ വീട്ടിൽ ഇങ്ങനെ എടുത്തോണ്ടിരിക്കണേയിരുന്നു. വീഡിയോയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പപ്പക്ക് പനി പിടിച്ച് രാവിലെ നൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. മുടി കൂടി കെട്ടാറുണ്ട്. സുന്ദരിയായി പുതിയ പട്ടുപാടിയെ കൊടുത്ത് എപ്പൊ കുത്തിയത് കൊറേ നൈസിന്റെ കമ്മന്റെ കൂടിയിട്ട് കാണൊക്കെ അടങ്ങിയിരിക്കണായിരുന്നു. ഒരാള് മറ്റൊക്കെ ഇതാണ് നമ്മുടെ വീരപ്പന്റെ മുണ്ടൂരി എടുക്കണം. ഞാൻ കുത്താൻ പോയതാ ഇന്നലെ. അപ്പൊ ഞങ്ങൾ വെച്ച് ഓണം കഴിയട്ടെ, അല്ലെങ്കിൽ വേദനയൊക്കെ എടുക്കൂലേ. അതുകൊണ്ട് ഞാൻ അല്ല നൈസ് ഇപ്പഴാണ് പെൺകുട്ടിയായത് അല്ലേ? നൈസ് പെൺകുട്ടിയായത് ഇപ്പഴാണ്. എവിടെ എഴുന്നേറ്റ് രണ്ടുപേരും കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ ഈ മതലൊന്നും നോക്കണ്ട, ഇത് രണ്ടും കൂടി അലമ്പാക്കിയതാണ് ഈ മതലി കാണുന്നത്. കുഞ്ഞായിരുന്നപ്പോ അല്ലേ നൈസു? വലുതായില്ല കൊച്ചുങ്ങൾക്ക് ഇനി കിച്ചുചേട്ടനോട് പറയണം പെയിന്റ് അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ബ്ലാക്ക് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത ബോർഡ് അതായിട്ട് ഉപയോഗിക്കാനോ അല്ലേ? ഉണ്ടാ പിന്നെ കുഴപ്പമില്ല. രണ്ടുപേരും പന്ത് കളിക്കാരുണ്ടോ, ഭയങ്കര ഫുട്ബോൾ പ്ലേയേഴ്സ് ആണ്. ഇത് ഞങ്ങളുടെ ലേഡി ക്യാപ്റ്റൻ. ഇവരാണ് ഞങ്ങളുടെ വീരപ്പൻ. മെസ്സി ഫാൻ അല്ല കേട്ടോ. താൻ അർജന്റീനയുടെ കളിയാണ് അവിടെ ആ ടീപ്പോയുടെ മേളിൽ ജേഴ്സി ഇട്ട് ഇത് കാണാൻ. എമാലിന്റെ ഒരു ജേഴ്സി പോലും ഇട്ടിട്ടില്ല. മെസ്സിനെ
തോറ്റു പോയപ്പോ മെസ്സിക്ക് ഇഷ്ടമല്ല. തോറ്റു മെസ്സി വേണ്ട. ജേഴ്സി അങ്ങ് മേടിക്കും കണ്ടോ അല്ലേ? അപ്പൊ തന്നെ മെസ്സിയുടെ പേര് അങ്ങനെ വെട്ടണം, എന്നിട്ട് എഴുതണം. പേര് വെച്ച് അങ്ങനെ മെസ്സിക്ക് ഇഷ്ടമാണെന്ന് കേൾക്കേണ്ടതിന്റെ അങ്ങനെ കിച്ചിച്ചേട്ടന്റെ വീട്ടിലെത്തിയതേ ഞങ്ങള് ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ടാവും. ഒരുപാട് കറികളുണ്ട് കേട്ടോ ഇവിടെ. അച്ഛമ്മയൊക്കെ എല്ലാവരും കൊണ്ട് ഭക്ഷണം കഴിക്കാം. വീരപ്പാ എങ്ങനെയുണ്ടാ ഫുഡ്? കുറേശ്ശെ തട്ടിയായിരുന്നു. ചോറ് കിട്ടില്ല. നെയ്യും കൂടി ചൈക്ക് ചോറില് നെയ്യ് വേണ്ട. നെയ്യും പരിപ്പും കൂടി നീ കഴിച്ചിട്ടില്ലേ? വേണ്ട, എനിക്ക് ഇഷ്ടമല്ല, ഞാനത് കഴിക്കൂല. നൈസു ഫുഡ് കഴിച്ചാ? ആ നൈസൊക്കെ കഴിച്ചു തുടങ്ങാൻ വേണ്ടിട്ട് എല്ലാവരും പതിയെ വീരപ്പന് കൊടുക്കാതെ ആർക്ക് കൊടുക്കുക? ഇനി കഴിച്ചിട്ട് പറഞ്ഞ വീരപ്പന്റെ അഭിപ്രായം ഞാൻ നോക്ക് എങ്ങനെയുണ്ട്. പറഞ്ഞു പഠിപ്പിച്ചെന്ന് ആരും പറയൂലല്ലേ.